ഏവർക്കും മിസ്രാവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നമുക്കറിയാം, കേരള പിറവി ദിനവും ലക്ഷദ്വീപ് പിറവി ദിനവും ഒരേ ദിവസമാണ്. നവംബർ 1 എന്ന ആ ദിവസത്തിലാണ് നാം ഓരോരുത്തരും ഇന്ന് നിൽക്കുന്നത്. നമുക്ക് ലക്ഷദ്വീപ് 1956 നവംബർ 1 കേന്ദ്രഭരണ പ്രദേശമായ പശ്ചാത്തലത്തിലേക്ക് ഒന്ന് സഞ്ചരിക്കേണ്ടതുണ്ട്. 1954-53 കാലഘട്ടങ്ങളിൽ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് രൂപീകരിക്കപ്പെട്ടു. ഡോക്ടർ ഫസൽ അലിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ കമ്മീഷൻ രൂപകൽപ്പന ചെയ്യപ്പെട്ടത്. രാജ്യത്തിലെ സംസ്ഥാനങ്ങളെയും വിവിധ യൂണിയൻ ടെറിട്ടറികളെയും പുനർക്രമീകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കമ്മിറ്റി രൂപകൽപ്പന ചെയ്യപ്പെട്ടത്. പിന്നീട് 1956 ഈ കമ്മീഷൻ്റെ ശുപാർശകളടങ്ങിയ ഒരു വലിയൊരു റിപ്പോർട്ട് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് സമർപ്പിക്കപ്പെട്ടു. എന്തായിരുന്നു ഈ കമ്മിറ്റി ലക്ഷദ്വീപിനെക്കുറിച്ച് പറയപ്പെട്ടത്? നമുക്കറിയാം, കൊളോണിയൽ കാലഘട്ടത്ത്, അതായത് ബ്രിട്ടീഷ് ഭരണകാലത്താണ് ലാക്കഡ്യൂ, മിനിക്കോയി ആൻഡ് അമിനിദ്വീപ് ഐലൻഡ്സ് എന്ന പേര് ലക്ഷദ്വീപിന് പതിച്ചു കിട്ടുന്നത്. ആ കാലത്തെ രേഖകളിലെല്ലാം ലക്ഷദ്വീപിൻ്റെ പേര് ഇത്തരുണത്തിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാനാവും. അങ്ങനെ 1954 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ റിപ്പോർട്ടിലെ ഏകദേശം 307-308 പാരഗ്രാഫുകളിൽ വളരെ കൃത്യമായിട്ട് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അന്നത്തെ ലാക്കഡീവ് ഐലൻഡ്സ് എന്ന് പറയുന്നത് സതേൺ ഐലൻഡ്സുകളാണ്. 5 ദ്വീപുകളാണ് ലാക്കഡീവ് ഐലൻഡ്സിൽ പെട്ടിരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ വരുന്നത് അമിൻദ്വീപ് ഐലൻഡ്സ്, അതായത് വടക്കൻ ദ്വീപുകൾ. തെക്കൻ ദ്വീപുകളെന്നും വടക്കൻ ദ്വീപുകളെന്നും രണ്ടായിട്ട് ലക്ഷദ്വീപിലെ ദ്വീപുകളെ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ടായിരുന്നു. കേരളത്തിലെ മലബാറിൻ്റെ പാർട്ടായിരുന്നു ലക്ഷദ്വീപിലെ ലാക്കഡീവ് ഐലൻഡ്സുകൾ, അതായത് തെക്കൻ ദ്വീപുകൾ. സൗത്ത് കാനറ ഭാഗമായിക്കൊണ്ട് ലക്ഷദ്വീപിലെ വടക്കൻ ദ്വീപുകളും സ്ഥിതി ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ മൊത്തം ദ്വീപുകളെയും ലാക്കഡീവ് പ്ലസ് അമിൻദ്വീപ് ഐലൻഡ്സിനെ ചേർത്തുകൊണ്ട് അത് കേരളത്തിൻ്റെ ഭാഗമാക്കി നിർത്തണമെന്നായിരുന്നു വളരെ കൃത്യമായിട്ട് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ ശുപാർശ ചെയ്യപ്പെടുന്നത്. പിന്നീട് ലക്ഷദ്വീപ് 1956 സംസ്ഥാനങ്ങളുടെ പുനർക്രമീകരണങ്ങളുടെ പട്ടിക വന്നപ്പോൾ ലക്ഷദ്വീപ് ഒരു സ്വതന്ത്ര കേന്ദ്രഭരണ പ്രദേശമായി വിജ്ഞാപനം പുറപ്പെടുവിക്കുകയുണ്ടായി. അതിനു മുമ്പ് 1956 മുമ്പ് 1947 രാജ്യം സ്വാതന്ത്ര്യം കൈവരിച്ച് 1956 നവംബർ 1 വരെ ലക്ഷദ്വീപ് മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിലകൊള്ളുകയായിരുന്നു. പിന്നീടാണ് 1956 ഭരണ സംവിധാനം മാറുകയും പൂർണ്ണമായൊരു കേന്ദ്രഭരണ പ്രദേശമായി മാറുകയും ചെയ്തത്. ഇപ്പോഴും സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ്റെ റിപ്പോർട്ടിലെവിടെയും ലക്ഷദ്വീപിനെ കേന്ദ്രഭരണ പ്രദേശമായി അംഗീകരിക്കണമെന്ന് പറഞ്ഞു വെക്കുന്നതായി നമുക്ക് കണ്ടെടുക്കാൻ സാധിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ലക്ഷദ്വീപ് കേന്ദ്രഭരണ പ്രദേശമായതെന്ന് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ഒരുപക്ഷെ കേരളത്തോടൊപ്പം ചേർന്ന് നിന്നിരുന്നെങ്കിൽ ഇന്ന് കേരള ലക്ഷദ്വീപ് പിറവി ദിനം എന്നായിരുന്നു വരേണ്ടത്. അല്ലെങ്കിൽ ചിലപ്പോൾ ലക്ഷദ്വീപിന് മറ്റൊരു പേരായിരുന്നു, അല്ലെങ്കിൽ ലക്ഷദ്വീപ് കേരളത്തിൻ്റെ ഒരു ജില്ലയായി മാറിയേനെ. പക്ഷേ അതിനെല്ലാം വിപരീതമായി കൊണ്ടാണ് ലക്ഷദ്വീപിനെ ഒരു കേന്ദ്രഭരണ പ്രദേശമായി, ഒരു ഒറ്റയാൾ ഭരണ സംവിധാനത്തിലേക്ക് ലക്ഷദ്വീപിൻ്റെ ഭരണ സംവിധാനത്തെ ആകെ താറുമാറാക്കി കളഞ്ഞു. 1956 നവംബർ 1 ലക്ഷദ്വീപിനെ കേന്ദ്രഭരണ പ്രദേശമായി അംഗീകരിക്കുമ്പോൾ അന്ന് ലക്ഷദ്വീപിൻ്റെ പേര് ലാക്കഡ്യൂ, മിനിക്കോയി ആൻഡ് അമിൻദ്വീപ് ഐലൻഡ്സ് എന്ന് മാത്രമായിരുന്നു. പിന്നീട് എങ്ങനെയാണ് ലക്ഷദ്വീപ് എന്നുള്ള ഈ പേര് വന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ? 1973 പാർലമെൻറ്റിൽ ഒരു ബില്ല് വരികയാണ്. ആൾട്ടർനേഷൻ ഓഫ് നെയിം എന്നായിരുന്നു ഈ ബില്ലിൻ്റെ പേര്. ആ ബില്ലിൽ ലാക്കഡ്യൂ, മിനിക്കോയി ആൻഡ് അമിൻദ്വീപ് ഐലൻഡ്സ് എന്ന ഈ പേരുകൾ മാറ്റിക്കൊണ്ട് ലക്ഷദ്വീപിന് മനോഹരമായ, ഇന്ന് നിങ്ങൾ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മളേവരും വിളിക്കുന്ന ലക്ഷക്കണക്കിന് ദ്വീപുകളുടെ ഒരു കൂട്ടമെന്ന് തന്നെ പറയാം, അത്തരത്തിൽ അർത്ഥം വരുന്ന ലക്ഷദ്വീപ് എന്നുള്ള ഒരു പേര് പിന്നീട് 1973 ലക്ഷദ്വീപിന് ലഭിക്കുകയാണ്. ഈ പേര് പ്രാബല്യത്തിൽ വരുന്നതിനും ഒരു പ്രത്യേകതയുണ്ട്. 1956 നവംബർ 1 ലക്ഷദ്വീപ് കേന്ദ്രഭരണ പ്രദേശമായി വിജ്ഞാപനം ചെയ്യപ്പെട്ടതെങ്കിൽ ലാക്കഡ്യൂ, മിനിക്കോയി ആൻഡ് അമിൻദ്വീപ് ഐലൻഡ്സ് എന്ന പേര് മാറ്റിക്കൊണ്ട് ലക്ഷദ്വീപ് എന്ന പേര് വരുന്നത് 1973 നവംബർ 1 തന്നെയായിരുന്നു ലക്ഷദ്വീപ് എന്നുള്ള പേര് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതും. അങ്ങനെയാണ് ലാക്കഡ്യൂ, മിനിക്കോയി ആൻഡ് അമിൻദ്വീപ് ഐലൻഡ്സ് എന്ന
ഈ ദ്വീപുകൾ ലക്ഷദ്വീപ് എന്ന പേരിലേക്ക് മാറ്റപ്പെടുന്നത്. ഒരുപക്ഷെ ഈയൊരു കെട്ടകാലത്ത് ലക്ഷദ്വീപിൻ്റെ ഭൂമി പോലും ചോദ്യം ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ലക്ഷദ്വീപിലെ ജനജീവിതത്തെ കാർന്നു തിന്നുന്ന ഒരു ഭരണ സംവിധാനമാണ് ലക്ഷദ്വീപിൽ നിയലിച്ചു നിൽക്കുന്നത്. 1956 ഒരുപക്ഷെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം ലക്ഷദ്വീപിനെ കേരളത്തിൻ്റെ ഭാഗമാക്കിയിരുന്നെങ്കിലെന്ന് എത്രയോ ലക്ഷദ്വീപുകാർ ഇന്നത്തെ ഈ കെട്ടകാലത്ത് ആഗ്രഹിക്കുന്നുണ്ടാവും. ലക്ഷദ്വീപിന് ഇപ്പോഴും ആവശ്യമുള്ളത് ഒറ്റയാൾ ഭരണ സംവിധാനമല്ല, നിയമനിർമ്മാണ സഭ വരേണ്ടതിൻ്റെ പ്രാധാന്യമുണ്ട്. ലക്ഷദ്വീപുകാരൻ്റെ കാര്യങ്ങളിൽ ലക്ഷദ്വീപുകാരൻ തീരുമാനങ്ങൾ എടുത്തു തുടങ്ങുന്ന ഒരു പുതിയൊരു ലക്ഷദ്വീപിന് വേണ്ടിയാവട്ടെ ഇനിയുള്ള നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും. ഏവർക്കും ലക്ഷദ്വീപ് കേരള പിറവിദിന ആശംസകൾ മിസ്രാവിൻ്റെ പേരിൽ നേർന്നുകൊള്ളുന്നു.